ജിയോ പൊളിറ്റിക്സ് പഴയതുപോലെ വർഷങ്ങളെടുത്തല്ല മാറിമറിയുന്നത്, നിമിഷങ്ങൾ കൊണ്ടാണ് മാറിമറിയുന്നത്. ഇന്നലെ ഉച്ചവരെ നാം അറിഞ്ഞ വാർത്തകളല്ല വൈകുന്നേരത്തോടുകൂടി സംഭവിക്കുന്നത്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ബന്ധം വളരെ രൂക്ഷമായ രീതിയിലേക്ക് മാറുകയും വഷളാകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടേതായി വന്ന ഒരു പ്രഖ്യാപനം ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇൻഡിഗോ കമ്പനി തുർക്കിഷ് വിമാനങ്ങളാണ് വാടകയ്ക്കെടുത്ത് കൂടുതലും സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അത്തരം വിമാനങ്ങൾ ഇനി സർവീസ് നടത്തണ്ട എന്നും അവർക്കിനി കാലാവധി നീട്ടി നൽകാനാകില്ല എന്നും കേന്ദ്രം കർശന നിലപാടെടുത്തു. അതായത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഒന്നേ ഉള്ളൂ, അതിൽ മയപ്പെടാനില്ല എന്നൊരു വ്യക്തമായ സന്ദേശം ലോകത്തിന് നൽകി. ഇതോടുകൂടി തുർക്കിയുടെയും പാകിസ്ഥാന്റെയും തണ്ടിലേറി നടക്കുന്ന ബംഗ്ലാദേശിനും കാര്യം മനസ്സിലായി. അതുകൂടാതെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഇത് രണ്ടാം തവണയും ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി രംഗം ഒന്ന് മാറി മറിഞ്ഞു. പിന്നീട് നാം കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് നല്ലൊരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ബംഗ്ലാദേശിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദ് ഇന്ത്യയുമായി അനുരഞ്ജന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. യുഎസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചർച്ചകൾ എന്നാണ് ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയെപ്പോലെ ഒരു വലിയ അയൽക്കാരനുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ സാമ്പത്തിക സ്ഥിരത ബംഗ്ലാദേശിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഇന്ത്യയെപ്പോലെ രാജ്യത്തിന്റെ സഹായവും ആവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞത് ഇന്ത്യയല്ല, സാലിഹുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ധനകാര്യ ഉപദേഷ്ടാവായിട്ടുള്ള വ്യക്തിയാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശി ദിനപത്രമായ ദേശ് രൂപാന്തറാണ്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ അവർ പറയുകയുണ്ടായി. 50,000 മെട്രിക് ടൺ അരി ഇന്ത്യയിൽ നിന്ന് ഉടനടി ഇറക്കുമതി ചെയ്യും. ഒപ്പം തന്നെ അത്യാവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും. ഊർജ പ്രതിസന്ധി വരാതെ നോക്കും. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ പത്രം മുൻപൊക്കെ അവർ വൃത്തിയായി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കലാപമുണ്ടായപ്പോൾ ഇവരെ ഓടിച്ച് പെരപ്പുറത്ത് കയറ്റിയിരുന്നു. അതിന്റെ കലിപ്പാണോ അതോ ഭയന്നിട്ടാണോ എന്നറിയില്ല. അവരുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: 50,000 മെട്രിക് ടൺ അരി പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുമെന്നാണ്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത അവിടെ നിന്ന് അരി ഇറക്കുമോ ഇല്ലയോ എന്ന് വ്യക്തതയില്ല. ഏതായാലും ജീവനാണ് എല്ലാവർക്കും ഭയം. അതിനിടയിൽ തന്നെ മറ്റൊരു വലിയ പ്രസ്താവന കൂടി ബംഗ്ലാദേശിൽ വിവാദമായി മാറിയിരിക്കുന്നു. കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നേതാവ് ഹാദിയുടെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നു. ആ ഹാദിയുടെ സഹോദരനായ ഷെരീഫ് ഒമർ ഹാദി പറയുന്നത് തൻ്റെ സഹോദരനെ കൊന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഈ യൂനസ് ഭരണകൂടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി എല്ലാ അമ്പുകളും തിരിയുന്നത് യൂനസിന് നേർക്കാണ്, ഇടക്കാല സർക്കാരിന് നേർക്കാണ്. അതുകൊണ്ട് യൂനസ് ഇനി എത്ര നാൾ ബംഗ്ലാദേശിൽ തുടരുമെന്ന് വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസമാണ് റഷ്യ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുത്തത്. 1971 ഓർമ്മ വേണമെന്ന്. അങ്ങനെ ഒരു വമ്പൻ രാഷ്ട്രം കൂടി കളത്തിലിറങ്ങിയപ്പോൾ കളം മാറിയത് ബംഗ്ലാദേശിന് മനസ്സിലായി. പാകിസ്ഥാനും തുർക്കിയും കണ്ട് മുന്നിട്ട് ചാടാനും പറ്റില്ല. അമേരിക്കയുടെ സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇനിയും അധികാരത്തിൽ തുടരാനുള്ള യൂനസിന്റെ മോഹങ്ങൾക്ക് സ്വന്തം തട്ടകമായ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുകയാണ്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നേതാവിന്റെ സഹോദരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ അവിടെ ചില മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഇന്ത്യയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ചില രാഷ്ട്രീയ കോലാഹലങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ചിലയിടങ്ങളിൽ ഈ തീവ്രവാദികൾ മദ്രസയിൽ നിന്നും മറ്റുമൊക്കെ കുട്ടികളെ കളത്തിലിറക്കി നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ മാത്രമാണ്. അതല്ലാതെ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയോട് വിരോധമില്ല എന്ന്. ഏതായാലും ഈ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവ് കൊന്നതിന്റെ അലയൊലികൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു. ബംഗ്ലാദേശികൾ താമസിക്കുന്ന കോളനികൾ ചിലർ കടന്നു കയറി അവരെ മർദ്ദിക്കുന്ന ദാരുണമായ കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഏതായാലും അത് ശരിയല്ല എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരുപക്ഷെ വികാരമാകാം, പക്ഷെ അത് പ്രതിഫലിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല. പ്രതിഷേധ പ്രകടനങ്ങളോടെയും മറ്റുമൊക്കെ അത് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അക്രമം ഒന്നിനും പരിഹാരമല്ല. ബംഗ്ലാദേശ് ഒതുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് അനവധി കാരണങ്ങളുണ്ട്. കാരണം രണ്ടാം വട്ടവും ഒരാഴ്ചക്കിടയിൽ ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി തീവ്രത കൂടുതലാണെന്ന് ബംഗ്ലാദേശിന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഇന്ത്യയുടെ ഒരു നിലപാട് ശക്തമാണ്. ഇന്ന് ഇന്ത്യ പഴയ നിലയിലല്ല, ഒതുങ്ങിക്കൂടുന്ന നിലയിലുമല്ല. അതിൻ്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു തുർക്കി വിമാനങ്ങൾ വേണ്ട എന്ന് അസന്നിഗ്ധമായി പറഞ്ഞത്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുമായി ഒരു ബന്ധം വേണ്ട എന്ന് ഇന്ത്യ അന്നെടുത്ത നിലപാടാണ്. ഇപ്പോഴും അതിൽ മയപ്പെട്ടിട്ടില്ല, നിലപാട് മാറ്റുകയുമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഇതിനിടയിൽ അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തി ചടുലമായ നീക്കങ്ങൾ നടത്തുന്നു. എങ്ങനെയെങ്കിലും വ്യാപാര കരാർ ഒപ്പിടിക്കാനുള്ള തിരക്കിലാണ്. നരേന്ദ്രമോദിയാകട്ടെ മറ്റു ചില രാജ്യങ്ങളുമായി വ്യാപാര കരാറുമായി മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ കേൾക്കുന്ന സന്തോഷകരമായ വാർത്ത കിവി പഴത്തിന് വില കുറയുമെന്നാണ്. ന്യൂസിലാൻഡുമായി ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെച്ചപ്പോൾ ഏതാണ്ട് 33% നികുതി ഉണ്ടായിരുന്ന
കിവി പഴങ്ങൾക്ക് നികുതിയില്ല എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. ഏതായാലും ബംഗ്ലാദേശിന്റെ അവസ്ഥ നോക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ പ്രക്ഷോഭമുണ്ടായെങ്കിൽ ഇന്ന് ആ പ്രക്ഷോഭങ്ങളെ തള്ളിപ്പറയാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ഭരണകൂടങ്ങൾ തന്നെ തയ്യാറാകുന്നു. അനുരഞ്ജനത്തിന് അവരുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നു. സാഹുലുദ്ദീൻ അഹമ്മദിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ചൈനയെ കണ്ടോ മറ്റുള്ള രാജ്യങ്ങളെ കണ്ടോ തുള്ളാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന്. പാകിസ്ഥാനല്ല ബംഗ്ലാദേശ്. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായെങ്കിലും അതുപോലെ ജീവിച്ച് പരിചയമുള്ള ജനമാണ്. ബംഗ്ലാദേശ് അങ്ങനെയല്ല. ഒന്ന് തകർന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറാനാകാത്ത വിധം ഛിന്ന ഭിന്നമായി പോകുമെന്ന് അവിടുത്തെ ജനത്തിനും അറിയാം. അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ വഴികളാണ് ഈ പുതുവർഷ നാളുകളിൽ, ഈ ക്രിസ്മസ് നാളുകളിൽ അനുരഞ്ജനത്തിന്റെ ഒരു പുതിയ കിരണം പിറക്കട്ടെ എന്ന് നാം പ്രതീക്ഷിക്കുന്നു. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ കളിക്കുന്ന കളി നമുക്ക് മനസ്സിലാകും. ബംഗ്ലാദേശിൽ അസ്ഥിരതയുണ്ടാക്കി ഇന്ത്യന്റെ വടക്ക് കിഴക്കൻ അതിർത്തികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യൻ സേനയുടെയും കേന്ദ്രത്തിന്റെയും മുഴുവൻ ശ്രദ്ധയും വടക്ക് കിഴക്കിലേക്ക് പോകുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചിലപ്പോൾ ഈ പടിഞ്ഞാറൻ ഭാഗത്ത്, അതായത് കാശ്മീരിലടക്കം ലൂസ് ചെയ്യപ്പെടുമെന്ന് പാകിസ്ഥാൻ കരുതുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ പാകിസ്ഥാന്റെ ഈ വ്യാമോഹം തെറ്റാണ് എന്ന് ഇന്ത്യ തെളിയിച്ചതാണ്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ അറഞ്ചാം പുറഞ്ചാം അടിക്കുന്നതിനോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിന് താക്കീതുമായി വെസ്റ്റ് ബംഗാളിൽ തിസ്ത പ്രഹാർ എന്ന് പറയുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പൻ സൈനികാഭ്യാസവും ഇന്ത്യ നടത്തി. അതായത് ഒരേ സമയം രണ്ട് പോർമുഖങ്ങളിൽ പോരാടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യ വിളിച്ചോതുന്നതായിരുന്നു രണ്ട് സംഭവങ്ങളും. ഏതായാലും ബംഗ്ലാദേശ് ഇപ്പോൾ അല്പം അയഞ്ഞ മട്ടാണ്. ബംഗ്ലാദേശ് എന്ന് തീർത്തു പറയുന്നതും ശരിയല്ല. അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും ശബ്ദം മയപ്പെടുത്തി തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരും ഒറ്റപ്പെട്ടു തുടങ്ങുന്നു. കാരണം കൊല്ലപ്പെട്ട ഹാദിയുടെ ഏറ്റവും വലിയ സ്വപ്നം ബംഗ്ലാദേശിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിപ്പിച്ച് ഒരു ഐക്യ സർക്കാരായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ഐക്യമുന്നണി സർക്കാരായിരുന്നു. പക്ഷെ അതിന് തുരങ്കം വെച്ചത് യൂനസ് നേതൃത്വം നൽകുന്ന വിഭാഗമാണോ അതോ ജമാഅത്ത് ഇസ്ലാമിയാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം തിരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സീറ്റുകളെല്ലാം കൂട്ടിക്കെട്ടി ഒരു സംയുക്തമായിട്ടുള്ള ഒരു മുന്നണി രൂപീകരിച്ച് ഭരിക്കുന്നതാകും ഉചിതമെന്ന് അവർക്കും തോന്നി തുടങ്ങി. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയുമോ എന്നൊരു ഭയം അവരെയും പിടികൂടിയിരിക്കുന്നു. അതുമാത്രവുമല്ല, ബംഗ്ലാദേശിലെ ജനങ്ങളാകെ ഭീതിയിലാണ്. കാരണം ഭീകരവാദികൾ പലയിടത്തും പിടിമുറുക്കിയിരിക്കുന്നു. സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യ തിരിച്ചടിക്കും. ആ അടി താങ്ങാനുള്ള ശക്തി ബംഗ്ലാദേശിനുണ്ടാകില്ല. അതേവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്നായി അറിയാവുന്നത് ബംഗ്ലാദേശികൾക്കുമാണ്. ഒപ്പം തന്നെ തങ്ങളുടെ ആളുകൾ ഇന്ത്യയിൽ അനവധി പേർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവും ബംഗ്ലാദേശികൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടും ഇന്ത്യ പോലൊരു അയൽ രാജ്യത്തുനിന്ന് പെട്ടെന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന അരിയും മറ്റത്യാവശ്യ ഘടകങ്ങളും വേണ്ടെന്ന് വെക്കാൻ ബംഗ്ലാദേശിനും കഴിയില്ല. ഇപ്പോൾ തന്നെ ട്രേഡിങ്, അതായത് ഇന്ത്യ വഴി നടത്തേണ്ട ട്രേഡിങ്ങുകളെല്ലാം കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ബംഗ്ലാദേശിലെ വ്യവസായികൾ അനുഭവിച്ചു വരുന്നു. കാരണം ലോകം ചുറ്റിയാണിപ്പോൾ ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കും മറ്റിടങ്ങളിലേക്കും ബംഗ്ലാദേശ് ചരക്കുകൾ എത്തിക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് മാറി മറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ പോയ സാമ്പത്തികമായി തകർന്നടിയും മിസൈലുകൾക്ക് പട്ടിണി മാറ്റാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യമെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ 2026 പിറക്കുന്നത് ഒരു പുതിയ സമാധാനത്തിൻ്റെ പൊൻകിരണവുമായിട്ടായിരിക്കും. ഇത് തന്നെയാണ് ന്യൂസ് നമ്മളതിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.